അതിജീവനത്തിനും ഉപജീവനത്തിനും വേണ്ടി മണ്ണിനോടും മലയോടും പടവെട്ടി വന്യമൃഗങ്ങളോട് പോരാടി തങ്ങൾക്ക് വാസയോഗ്യമായ ഒരു ഭൂമി സൃഷ്ടിച്ചെടുക്കാൻ മനുഷ്യൻ നടത്തിയ അവിശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് മലയോര ജനതയും കുടിയേറ്റ ഭൂമിയും. കറതീർന്ന വിശ്വാസത്തിന്റെ പ്രതീകങ്ങളായിരുന്ന കർഷക ജനതയ്ക്ക് അക്ഷരജ്ഞാനം പകർന്നു ലഭിച്ചാൽ മാത്രമേ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ സാധിക്കൂ എന്ന ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് കിളിയാർകണ്ടം ഹോളി ഫാമിലി UP സ്കൂളിന്റെ അതിശ്രേഷ്ഠമായ ചരിത്രം. മാനവികതയുടെ ശ്രേഷ്ഠപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പുണ്യഭൂമിക്ക് കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ തിരുകുടുംബമുറ്റത്ത് പിച്ചവെച്ച് നടന്ന വിദ്യാർത്ഥികൾക്കും അവരെ കൈപിടിച്ച് നടത്തിയ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നേട്ടങ്ങളുടെ ചരിത്രം എഴുതി ചേർക്കാനുണ്ട്. അതെ, സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളും നല്ലൊരു നാളേക്കായി കൈകോർത്തു പിടിച്ചപ്പോൾ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് സമൂഹത്തിന് സമ്മാനിക്കാനായത് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. ഓർമ്മക്കൂട്ട് 2K25 ഞങ്ങളുടെ സ്കൂളിന്റെ മനോഭാവത്തിന്റെ ആഘോഷമാണ്. ഇത് ഞങ്ങൾ എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതിബദ്ധതയുടെയും നേർസാക്ഷ്യമാണ്. ഉന്നതങ്ങളിലേക്ക് ചിറകടിച്ചുയരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കളുടെ വിജയത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ഓർമ്മക്കൂട്ട് 2K25 തിരുക്കുടുംബത്തിന്റെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയത്തിന് സാമൂഹിക പ്രതിബദ്ധതയിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനാകുമെന്ന ഉറച്ച ബോധ്യത്തോടെ ഞങ്ങളെ നയിക്കുന്ന സ്കൂളിന്റെ രക്ഷാധികാരിയായ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നു. സ്നേഹോഷ്മളമായ വിദ്യാലയ അന്തരീക്ഷം ആധുനിക കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് നിരന്തരം ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോർജ് തകടിയലിന് ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ. ഈ വിദ്യാലയത്തിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളെ നിതാന്ത ജാഗ്രതയോടെ നോക്കിക്കാണുകയും നിർദ്ദേശങ്ങൾ നൽകി നയിക്കുകയും ചെയ്യുന്ന സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോർജ് പെരുമാലിന്റെ സ്തുത്യർഹമായ സേവനങ്ങൾ പ്രശംസനീയമാണ്. അറിവിന്റെ വെളിച്ചത്തിന് ലോകത്തെ പ്രകാശിപ്പിക്കാനാകുമെന്ന ഉറച്ച ബോധ്യത്തോടെ 2024 ജൂൺ 3-ാം തീയതി സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭമായിരുന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും പുതുവർഷം കൊണ്ടുവരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഉപകരിക്കുന്നതായിരുന്നു പ്രവേശനോത്സവം. 2024-25 പ്രവർത്തന വർഷത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ സമഗ്രമായ വളർച്ച സാധ്യമാക്കുന്നതിന് അധ്യയന വർഷാരംഭത്തിൽ തന്നെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോർജ് പെരുമാലിന്റെ അധ്യക്ഷതയിൽ സ്റ്റാഫ് കൗൺസിൽ കൂടുകയും അധ്യാപകരുടെ ചുമതലകൾ നിജപ്പെടുത്തി നൽകുകയും ചെയ്തു. കൂടാതെ കൃത്യമായ ഇടവേളകളിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി SRG സ്റ്റാഫ് മീറ്റിംഗുകൾ കൂടുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. പുതിയ അധ്യയന വർഷത്തിൽ ഈ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റർസായി നിയമിതയായ ശ്രീമതി ഡിസ്മോൾ വർഗീസിനെ സ്വാഗതം ചെയ്തു. ഈ അവസരത്തിൽ നീണ്ട വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വാഴത്തോപ്പ് സെന്റ് ജോർജ് സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ശ്രീ ബിജുമാൻ മാത്യു സാറിന് 1000 നന്ദി. പ്രവർത്തന വർഷാരംഭത്തിൽ തന്നെ PTA പൊതുയോഗം കൂടുകയും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ഷിനു കാരമുള്ളിൽ, MPTA പ്രസിഡന്റ് ശ്രീമതി ജാസ്മിൻ നിഷാദ് എന്നിവർ ചുമതലയേറ്റു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധയും കരുതലുമുള്ള PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സാധ്യമായ എല്ലാ കർമ്മപരിപാടികളിലും സജീവ സാന്നിധ്യമായി കൂടെയുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ വർഷം നടത്തപ്പെട്ട പൊതു PTA, ക്ലാസ് PTA എന്നിവ സ്കൂളിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കുട്ടികൾ കണ്ടും കേട്ടും പരിചയിച്ച പാർലമെന്റ് ഇലക്ഷൻ സംവിധാനത്തെ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനായി നടത്തപ്പെട്ട സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികളിൽ ജനാധിപത്യ ബോധവും രാജ്യസ്നേഹവും വളർത്താൻ ഉതകുന്നതായിരുന്നു. ഇലക്ഷനിലൂടെ സ്കൂൾ ലീഡർ ശ്രീഹരി KS, സെക്രട്ടറി ഐറിൻ ടസാറോജി, സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ആൽഡിയോൺ ജോയി, ആർട്സ് ക്ലബ് സെക്രട്ടറി നേഹ ജിജു, മാഗസിൻ എഡിറ്റർ ജോസഫ് ബിജു എന്നിവരെ തിരഞ്ഞെടുത്തു.
പ്രവർത്തന വർഷാരംഭത്തിൽ തന്നെ കുട്ടികളെ 4 ഗ്രൂപ്പുകളായി തിരിക്കുകയും ആനിമേറ്റർ അധ്യാപകരെ നിയമിക്കുകയും ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഓണാഘോഷം, സ്വാതന്ത്ര്യ ദിനാഘോഷം, ശിശുദിനാഘോഷം, സ്പോർട്സ് ഫെസ്റ്റ്, ആർട്സ് ഫെസ്റ്റ് എന്നിവ തികച്ചും വാശിയേറിയതും ആവേശമുണർത്തുന്നതും ആയിരുന്നു. വിവിധ മത്സരങ്ങളിലൂടെ ഗ്രീൻ ഗ്രൂപ്പ് 1-ാം സ്ഥാനവും റെഡ് ഗ്രൂപ്പ് 2-ാം സ്ഥാനവും സ്വന്തമാക്കി. മാറുന്ന ലോകത്തെ കൈപ്പിടിയിലൊതുക്കാൻ ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമാണെന്ന ബോധ്യത്തോടെ ഇടുക്കി രൂപതയിൽ നടപ്പിലാക്കി വരുന്ന മൈ ഇംഗ്ലീഷ് പ്രോഗ്രാമിലൂടെ കുട്ടികൾ ഭാഷാ പരിജ്ഞാനം ഉള്ളവരാകുന്നു. നിരവധി ഗെയിമുകളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി നടത്തുന്ന ഈ പ്രോഗ്രാം എന്തുകൊണ്ടും ആകർഷണീയമാണ്. സ്നേഹത്തിൻ്റെ ഭാഷ, വീടിൻ്റെ ഭാഷ, ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഭാഷ, എൻ്റെ മാതൃഭാഷ. അതെ, മാതൃഭാഷ സംസാരിക്കേണ്ടതിൻ്റെയും ഭാവി തലമുറകൾക്ക് കൈമാറേണ്ടതിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി ഇടുക്കി രൂപത നടപ്പിലാക്കി വരുന്ന എൻ്റെ മലയാളം പദ്ധതിയോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് കുട്ടികളെ എഴുതാനും വായിക്കാനും പ്രാപ്തരാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തലത്തിൽ ക്വിസ് മത്സരം, വായനാ മത്സരം, പുസ്തക നിരൂപണം, എഴുത്തു മത്സരം ഇവ നടത്തുകയും ബഷീർ ദിന അനുസ്മരണം നടത്തുകയും ചെയ്തു. ഹിന്ദി ഭാഷാ പഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒതുങ്ങുന്ന വിധത്തിലുള്ള പരിശീലനം സ്കൂൾ തലത്തിൽ നടത്തിവരുന്നു. വിദ്യാഭ്യാസം എന്നത് പുസ്തകത്താളുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് വിളിച്ചോതുന്നതായിരുന്നു വിദ്യാരംഗം കലാസാഹിത്യവേദി, വിവിധ ക്ലബ്ബുകൾ, KCSL, DCL ഇവയുടെ ഉദ്ഘാടനവും തുടർ പ്രവർത്തനങ്ങളും. ഉദ്ഘാടനം നിർവഹിച്ച റവനന്റ് ഫാദർ റോയി കണ്ണൻചിറ പ്രസ്തുത വേദിയിൽ DCL പ്രതിനിധിയായി ഏഞ്ചൽ സജിയെ തിരഞ്ഞെടുത്തു. ബേസിക് സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ശാസ്ത്രബോധം ഉണർത്തി. സ്കൂൾ തല ശാസ്ത്രമേളയിലൂടെ കുട്ടികളെ ഉപജില്ലാ മത്സരങ്ങൾക്കായി തെരഞ്ഞെടുക്കുകയും ഉപജില്ലാ ശാസ്ത്രമേളയിൽ 3rd റണ്ണറപ്പ് കരസ്ഥമാക്കുകയും തീമാറ്റിക് കോമ്പറ്റീഷൻ ക്വിസ് മത്സരത്തിൽ ജില്ലാ തലത്തിൽ 1-ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ മികച്ച വിജയവും നേടി. കൂടാതെ ചാന്ദ്രദിനാഘോഷം, എയ്ഡ്സ് ദിനാചരണം, ലഹരി വിരുദ്ധ ദിനാചരണം, ഡോക്ടേഴ്സ് ഡേ, ഫുഡ് ഫെസ്റ്റ് ഇവ നടത്തുകയും ചെയ്തു. 2024-25 അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളിൽ സമകാലിക രാഷ്ട്രീയ സാമൂഹിക ബോധം ഉളവാക്കുന്നതിനായി സോഷ്യൽ സയൻസ് ക്ലബ്, ഹിരോഷിമ ദിനം, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ ദിനാചരണങ്ങളോടനുബന്ധിച്ച് രചനാ പ്രവർത്തനങ്ങൾ, ക്വിസ്, പോസ്റ്റർ, പ്രസംഗ മത്സരങ്ങൾ എന്നിവ നടത്തി. ഉപജില്ലാതല മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കി. കുട്ടികൾക്ക് ഗണിതശാസ്ത്രത്തിൽ താല്പര്യവും മികവും നൽകുന്നതിന് ഒതുങ്ങുന്ന പഠന പ്രവർത്തനങ്ങൾ മാത്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നൽകി. ഇതിലൂടെ ചതുഷ്ക്രിയയിൽ പ്രാവീണ്യം നൽകുകയും ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിവിധ മത്സരങ്ങൾക്കായി ഒരുക്കുകയും ചെയ്തു. സ്കൂൾ തല ഗണിതശാസ്ത്രമേളയിലൂടെ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും 2nd റണ്ണറപ്പ് നേടുകയും ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം അനുപേക്ഷണീയമാണ് എന്ന ധാരണയോടെ IT പരിശീലനം നൽകുകയും അവരുടെ അഭിരുചി കണ്ടെത്തി ഉപജില്ലാ IT മേളയിൽ വിജയം നേടുകയും ചെയ്തു. മത്സരങ്ങളുടെ ഈ ലോകത്ത് കുട്ടികൾക്ക് ഉണർവും പ്രചോദനവും നൽകുന്നതിനായി USS ന്യൂ മാത്സ്, സ്റ്റെപ്പ്, അക്കാദമിക് സ്കോളർഷിപ്പ്, കാറ്റഗിസം, മോറൽ സയൻസ് സ്കോളർഷിപ്പ് എന്നിവയ്ക്കുള്ള പരിശീലനം സ്കൂൾ തലത്തിൽ പ്രത്യേകമാംവിധം നടത്തിവരുന്നു. കുട്ടികളിലെ കലാവാസന വിവിധ രൂപത്തിലും വിവിധ ഭാവത്തിലും ഉള്ളതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു സ്കൂൾ തലത്തിൽ നടത്തപ്പെട്ട പ്രവൃത്തി പരിചയമേള. കുട്ടികളിലെ അഭിരുചി തിരിച്ചറിഞ്ഞ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരെ ഉപജില്ലാ തലത്തിൽ പങ്കെടുപ്പിച്ച് അഭിമാനാർഹമായ സമ്മാനങ്ങൾ സ്കൂളിന് നേടിക്കൊടുത്തു. നല്ല ഒരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് കുട്ടികളിൽ വിശ്വാസ ജീവിതത്തിന്റെ വിത്തുപാകി മുന്നോട്ട് നയിക്കാൻ KCSLന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. പ്രവർത്തന വർഷാരംഭത്തിൽ നടത്തിയ തിരുഹൃദയ പ്രതിഷ്ഠ, ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന, എല്ലാ വെള്ളിയാഴ്ചയും നടത്തിവരുന്ന പ്രാർത്ഥന, ഒക്ടോബർ മാസത്തെ ജപമാല, ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള വിവിധ മത്സരങ്ങൾ ഇവ കുട്ടികളുടെ നന്മയ്ക്കും സ്കൂൾ പുരോഗതിക്കും കാരണമായി. രൂപതാ തലത്തിൽ നടത്തിയ കളറിംഗ് മത്സരത്തിൽ മുരിക്കാശ്ശേരി റീജിയണിൽ 2ാം സ്ഥാനവും KCSLന്റെ രൂപതാ കലോത്സവത്തിൽ 8ാം സ്ഥാനവും നമ്മുടെ സ്കൂൾ നേടി.
അറിവ് കൊണ്ടും അഭിനയം കൊണ്ടും ആശയം കൊണ്ടും ഈ ലോകത്തെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന കലാസാഹിത്യ പരിശീലനങ്ങളും വിവിധ മത്സരങ്ങളും സ്കൂൾ തലത്തിൽ നടത്തപ്പെട്ടു. സ്കൂൾ തല ആർട്സ് ഫെസ്റ്റിൽ 4 ഗ്രൂപ്പിലെയും കുട്ടികളുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. ഉപജില്ലാതല മത്സരത്തിൽ അഭിമാനാർഹമായ നേട്ടം കൈവരിക്കുകയും ചെയ്തു. മത്സരങ്ങളുടെ ഈ ലോകത്ത് ഈ കലാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും കഴിവുകളും ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്തപ്പോൾ അസാധ്യമായ നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കാനായി എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. വാത്തിക്കുടി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന റിപ്പോർട്ട് അവതരണത്തിലൂടെ 1ാം സ്ഥാനം സ്വന്തമാക്കി പഞ്ചായത്തിലെ മികച്ച സ്കൂളായി നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉപജില്ലാ ഗണിതശാസ്ത്രമേളയിൽ 3ാം സ്ഥാനവും ശാസ്ത്രമേളയിൽ 4ാം സ്ഥാനവും നമുക്ക് സ്വന്തമായി. മറ്റു മേളകളിൽ മികച്ച വിജയം നേടാനായി. ഈ അവസരത്തിൽ മാത്തമാറ്റിക്സ് ഗെയിമിന് 1ാം സ്ഥാനം നേടിയ സിഖിൽ സിജോ, സയൻസ് വർക്കിംഗ് മോഡലിന് 1ാം സ്ഥാനം നേടിയ ലിയോ സോണി, ദിയാന തോമസ്, പ്രവൃത്തി പരിചയമേളയിൽ പേപ്പർ ക്രാഫ്റ്റ്, ബുക്ക് ബൈൻഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ 3ാം സ്ഥാനം നേടിയ ന്യൂവൽ ഷിജോ, ആൻസൺ ഷെയ്ജു എന്നിവർക്കും മികച്ച ഗ്രേഡുകൾ സ്വന്തമാക്കി ഈ സ്കൂളിൻ്റെ അഭിമാനമായി തീർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. DCLന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിൽ നടന്ന IQ ടെസ്റ്റിൽ നമ്മുടെ സ്കൂളിലെ 21 കുട്ടികൾ പങ്കെടുക്കുകയും അതിൽ 11 A ഗ്രേഡും 10 B+ ലഭിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഉപജില്ലാതല കലാമേളയിൽ ലളിതഗാനം പദ്യം ചൊല്ലലിവയ്ക്ക് 1ാം സ്ഥാനം നേടി ജില്ലാ മത്സരത്തിൽ A ഗ്രേഡിന് അർഹയായ അമല സിജോ, ഹിന്ദി പ്രസംഗ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ റോജനമ്മ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ. കൂടാതെ വാഴവരയിൽ വെച്ച് നടന്ന ഉപജില്ലാതല സർഗോത്സവത്തിൽ പദ്യം ചൊല്ലലിന് അമല സിജോ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. KCSL രൂപതാ കലോത്സവത്തിൽ പുത്തൻപാന മത്സരത്തിൽ അമല സിജോ 1ാം സ്ഥാനവും LS ലില്ലി നോബൽ കഥയെഴുത്തിന് 1ാം സ്ഥാനവും പ്രസംഗ മത്സരത്തിൽ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഉപജില്ലാതല കായികമേളയിൽ റിലേ മത്സരത്തിന് കിഡ്ഡീസ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും സബ് ജൂനിയർ വിഭാഗത്തിൽ 4ാം സ്ഥാനം നേടിയത് ഹോളി ഫാമിലി ടീമാണ്. കായികമേളയിൽ ലോങ് ജമ്പിന് 2ാം സ്ഥാനം നേടിയ ക്രിസ്റ്റോ റോബിസ്, കാൽവരി മൗണ്ടിൽ വെച്ച് നടന്ന ഇടുക്കി ജില്ലാ മിനി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലും ലോങ് ജമ്പിന് 2ാം സ്ഥാനം നേടി സ്കൂളിന്റെ അഭിമാനമായി. സ്പോർട്സ് സ്കൂൾ സെലക്ഷന് വേണ്ടി മൂലമറ്റത്ത് വെച്ച് നടന്ന ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ സൂരജ് K ബിജു, അർച്ചന TG എന്നിവർ സ്കൂളിന്റെ യശസ് ഉയർത്തി. ഇടുക്കി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട അധ്യാപിക കലോത്സവത്തിൽ മോണോ ആക്ടിന് 3ാം സ്ഥാനം നേടിയ ആൻഡ്രസ ടീച്ചറിന് അഭിനന്ദനങ്ങൾ. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ഡ്രോയിങ്, അബാക്കസ് ക്ലാസുകളിൽ കുട്ടികൾ ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും അവരുടെ കലാപരമായ കഴിവുകളും ഗണിതശാസ്ത്ര കഴിവുകളും മെച്ചപ്പെടുത്തുകയും ചെയ്തു. പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിൻ്റെ വിശാല ലോകം തുറക്കുന്നതിനായി രാവിലെയും വൈകുന്നേരവും പൊതുവിജ്ഞാന ക്ലാസുകൾ എടുക്കുകയും കൃത്യമായ ഇടവേളകളിൽ മത്സരം നടത്തി വരികയും ചെയ്യുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി BRCയിൽ നിന്നും നിയമിതയായ ശ്രീമതി ജ്യോതിമോൾ ജോയിയുടെ സേവനങ്ങളെ ഞങ്ങൾ ആദരവോടെ ഓർക്കുന്നു. പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ രുചികരമായി പാകം ചെയ്യുന്നതിൽ നിരന്തരം ശ്രദ്ധ ചെലുത്തുന്ന ശ്രീമതി ചിന്നമ്മ ബാബുവിൻ്റെ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയിൽ പങ്കാളികളാകാൻ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയ അധ്യാപകർക്കും കുട്ടികൾക്കും പ്രത്യേകം നന്ദി. സ്കൂൾ പച്ചക്കറിത്തോട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി കിളിയാർകണ്ടം ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയൻ സ്പോൺസർ ചെയ്ത 200 പച്ചക്കറി തൈകളുടെ ഉദ്ഘാടനം രൂപത ഡയറക്ടർ ഡോക്ടർ ജോസഫ് കൊച്ചുകുന്നേൽ കേരളപ്പിറവി ദിനത്തിൽ നിർവഹിച്ചു. അതിനോടനുബന്ധിച്ച് ക്യാപ്ഷൻ മത്സരം നടത്തുകയും ഒരു കുട്ടിക്ക് ഒരു തൈ എന്ന രീതിയിൽ പരിപാലിച്ചു വരികയും വിളവുകൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൂടാതെ സീഡിന്റെ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടത്തിവരുന്നു. ഈ അവസരത്തിൽ സ്കൂളിൻ്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് ബിന്നുകൾ സംഭാവന ചെയ്ത വിവിഫിക്ക സസ്റ്റൈനബിൾ സൊല്യൂഷൻസിനും വാട്ടർ പ്യൂരിഫയർ നൽകിയ തോപ്രാംകുടി ഫെഡറൽ ബാങ്ക് യൂണിറ്റിനും ഹൃദയം നിറഞ്ഞ നന്ദി. കുട്ടികളുടെ മാനസിക ഉന്മേഷത്തിനും വ്യത്യസ്തമായ പഠന രീതികൾ അവലംബിക്കുന്നതിനുമായി പഠനയാത്ര നടത്തി. നമ്മുടെ സ്കൂളിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രധാന ഭാഗമാണ് സ്കൂൾ അസംബ്ലി.
അധ്യാപകരുടെയും കുട്ടികളുടെയും പങ്കാളിത്തത്തോടെ എല്ലാ ചൊവ്വാഴ്ചകളിലും നടത്തിവരുന്ന സ്കൂൾ അസംബ്ലിയിൽ പത്രവായന, സ്കൂൾ വാർത്തകൾ, പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, വ്യായാമങ്ങൾ, മികവുകളുടെ ആഘോഷം എന്നിവ പ്രത്യേകം അംവിധം നടത്തപ്പെടുന്നു. മൂല്യബോധമുള്ള ഒരു പുതുതലമുറയെ രൂപീകരിച്ചെടുക്കാൻ നിരന്തരം പരിശ്രമിക്കുന്ന കിളിയാർകണ്ട ഹോളി ഫാമിലി UP സ്കൂൾ 2024-25 വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ അനന്തമായ സാധ്യതകളെ കണ്ടെത്തി പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്താൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഹോളി ഫാമിലിയിലെ ഓരോ കുഞ്ഞുങ്ങളും നന്മ നിറഞ്ഞ ഒരു നാളെയെ സ്വപ്നം കാണുന്നവരാണ്. നമുക്ക് കരുതലും കാവലുമായി കൂടെ നിൽക്കാം, അവരിൽ വിശ്വാസം അർപ്പിക്കാം. പതിറ്റാണ്ടുകളായി ഈ സ്കൂളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിന്റെ നേട്ടങ്ങളുടെ മുൻനിരയിലും പിൻനിരയിലും ഉണ്ട് എന്ന അഭിമാനത്തോടെ, കൃതജ്ഞതയോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അറിവിനും അംഗീകാരത്തിനുമായി ഞങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.